ഇച്ചായ. ഉം. നിലയുടെ വിളിക്കുത്തരമായി അവൻ നേർമയായി ഒന്ന് മൂളി. ഇച്ചായ, ഞാൻ പറഞ്ഞു തുടങ്ങുക. ഞാനീ പറയുന്നതേ വെറും കെട്ടുകഥയല്ല, ശരിക്കും നടന്നതാണ്. ഒരുപാട് പേരിൽ നിന്നും കിട്ടിയ വിവരങ്ങളെല്ലാം കോർത്തിണക്കിയാണ് ഞാനിതൊക്കെയും പറയുന്നത്. ശരിക്കും ഈ കഥയിലെ യഥാർത്ഥ വില്ലൻ പാപ്പച്ച മുതലാളിയൊന്നുമല്ല. അങ്ങേര് ആരൊക്കെയോ കീ കൊടുത്തു വിട്ടിരുന്ന വെറും പാവയായിരുന്നു. പാപ്പച്ച മുതലാളിയുടെ അപ്പച്ചൻ്റെ മരണത്തിൽ നിന്നുമാണ് കുരിശിങ്കൽ കുടുംബവും പാലമറ്റത്ത് കുടുംബവും തമ്മിൽ ശത്രുത ഉണ്ടാവുന്നത്. നിങ്ങളുടെ വല്യപ്പച്ചൻ്റെ അപ്പൻ സേവ്യറാണ് ഇതിന് പിന്നിലെന്ന് പാപ്പച്ചൻ ഉറച്ചു വിശ്വസിച്ചു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിപ്പിച്ചു എന്ന് വേണം പറയാൻ. അന്ന് കുരിശിങ്കൽ സേവ്യർ പണത്തിൻ്റെ പിൻബലത്തിൽ കേസിൽ നിന്ന് ഊരിപ്പോന്നതാണെന്നും കരുതി പാപ്പച്ചൻ കുരിശിങ്കൽക്കാരോടുള്ള അടങ്ങാത്ത പകയുമായി ജീവിച്ചു. പിന്നീട് കുരിശിങ്കൽ സേവ്യർ ഒരു ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടതും അതിന് പിന്നിൽ പാപ്പച്ചനാണെന്നും പറഞ്ഞ് സേവ്യറുടെ മകൻ കുരിശിങ്കൽ എബ്രഹാം, അതായത് നിങ്ങളുടെ വല്യപ്പച്ചൻ, പാപ്പച്ചന് നേരെ കേസ് കൊടുത്തുവെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ പാപ്പച്ചൻ രക്ഷപ്പെട്ടു. എബ്രഹാമും പാപ്പച്ചനും പരസ്പരം കണ്ടാൽ പോരു കോഴികളെ പോലെയായിരുന്നു. ഇരുവരും ജയിക്കാൻ വേണ്ടി മാത്രം ഓരോന്ന് ചെയ്തു കൂട്ടി. കുരിശിങ്കൽ എബ്രഹാം കെട്ടാനിരുന്ന പെണ്ണായിരുന്നു പാപ്പച്ചൻ്റെ ഭാര്യ മറിയാമ്മ. കല്യാണത്തിന് തലേന്ന് അവരടിച്ചെടുത്ത് കെട്ടിയതാവട്ടെ പാപ്പച്ചനും. അതോടെ ശത്രുതയുടെ ആഴം ഒന്നുകൂടെ കൂടി. മറിയാമ്മയേക്കാൾ സുന്ദരിയായ പെണ്ണിനെ തന്നെ കുരിശിങ്കൽ എബ്രഹാം കെട്ടുകയും ചെയ്തിരുന്നെങ്കിലും എബ്രഹാമിൻ്റെ ഉള്ളിൽ ഒരിക്കലും അണയാത്ത കനലായി അത് എരിയുന്നുണ്ടായിരുന്നു. പിന്നീട് അപ്പൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എബ്രഹാമിൻ്റെ ഏക മകൻ ജോൺ കുരിശിങ്കൽ, അതായത് നിങ്ങളുടെ പപ്പ, പാപ്പച്ചൻ്റെ ഏക മകളായ ലീനയെ പ്രണയിക്കുന്നത്. ലീനയാവട്ടെ ജോണിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. വാശിയും പകയും തീർക്കാനായിരുന്നു ആ പ്രണയ നാടകമെങ്കിലും പതിയെ പതിയെ ജോണിന് ലീനയെ പിരിയാൻ വയ്യ എന്നായി. ജോണും ലീനയും തമ്മിലുള്ള പ്രണയം പാപ്പച്ചൻ്റെ കാതിലെത്തിയതും പാപ്പച്ചൻ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ തരകൻ്റെ മകൻ ഫിലിപ്പിന് ലീനയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ക്രിസ്റ്റി തരകൻ്റെ കൊച്ചുമകനാണ് കേട്ടോ, ആദ്യ പാർട്ടിയിൽ മകനെന്ന് പറഞ്ഞിരുന്നു, സോറി. പാപ്പച്ചനെ പോലെ തരകനും എബ്രഹാമിൻ്റെ ശത്രുവായിരുന്നു. പാപ്പച്ചനെ മുന്നിൽ നിർത്തി കളികൾ മൊത്തം കളിക്കുന്നത് തരകനായിരുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായായിരുന്നു ഈ മാത്യു തരകനും അയാളുടെ അപ്പൻ ജോസ് തരകനും. ഫിലിപ്പും ലീനയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ തലേന്നാണ് ലീന ജോണിൻ്റെ കൂടെ വീട് വിട്ടിറങ്ങിയത്. അങ്ങനെ എബ്രഹാം ജോണിനെയും ലീനയും നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. പാപ്പച്ചനും തരകനും ഇത് വൻ തിരിച്ചടിയായിരുന്നു. പാപ്പച്ചൻ്റെ മുന്നിലൂടെ ജോൺ ലീനയുടെ കൈയും പിടിച്ച് നടന്നു പോകുന്നത് പാപ്പച്ചൻ പകയോടെ നോക്കി നിന്നു. പിന്നീട് ജോണിൻ്റെയും ലീനയുടെയും പ്രണയ ദിനങ്ങളായിരുന്നു. അധികം വൈകാതെ ഒരു സന്തോഷ വാർത്ത ഇരുവരെയും തേടിയെത്തി. ഇരുവർക്കും കൂട്ടായി ഒരു കുഞ്ഞതിഥി കൂടി വരാൻ പോകുന്നു. അത്രയും പറഞ്ഞു നില ഡേവി ഒന്ന് നോക്കി. തൻ്റെ വയറിൽ പതിയുന്ന ചുടുനിശ്വാസവും കണ്ണുനീരും നിലയ്ക്ക് കണ്ടു നിൽക്കാനായില്ല. അവളവൻ്റെ മുഖം അവന് നേരെ പിടിച്ചു, അവൻ്റെ കണ്ണീർ ഒപ്പിക്കൊടുത്തു. ശേഷം അവനെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു പതിയെ പുറം തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. അവളുടെ കരലാളനങ്ങൾ അവൻ്റെ ഉള്ളിലെ വേദനയെ മായ്ച്ചു കളയാൻ പാകത്തിലുള്ളതായിരുന്നു. നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. നിലാവേ, നീ ബാക്കി പറ. ബാക്കി നാളെ പറയാം. ഇച്ചായൻ ഉറങ്ങിക്കോ. പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ മുഴുവനും അറിയണം. ആരാണ് എൻ്റെ പപ്പയുടെ പ്രണയം ഇല്ലാതാക്കിയത്? ആരാണ് എനിക്ക് മാതൃത്വം നിഷേധിച്ചത്? എൻ്റെ പപ്പ അവരെ വെറുക്കാൻ കാരണം എന്തായിരുന്നു? എല്ലാം എനിക്കറിയണമെന്നില്ല. വീണ്ടും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ്റെ കണ്ണുനീർ അവളുടെ മാറിടുക്കിലൂടെ ഒലിച്ചിറങ്ങി. അതവളുടെ ശരീരത്തെ ചുട്ടുപൊള്ളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ അവനെ ഒന്നുകൂടി നെഞ്ചോടടിപ്പിച്ചു. അവൻ്റെ നെറുകയിൽ ചുണ്ടമർത്തി. എന്തിനാ ഇങ്ങനെ കരയുന്നേ? അമ്മയുടെയും ഭാര്യയുടെയും സ്നേഹം ഞാൻ ഒരുമിച്ച് തരുന്നില്ലേ? നില ചോദിച്ചു. വേണ്ടുവോളം തരുന്നുണ്ട്. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ജീവനോടുണ്ടാവില്ലായിരുന്നു. അത്രയ്ക്കും ഞാൻ ജീവിതത്തെ വെറുത്തിരുന്നു. ഇപ്പോൾ എനിക്ക് ജീവിക്കാൻ തോന്നുന്നുണ്ട്, നിന്നോടൊപ്പം, നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം. സ്വപ്നങ്ങളെ വെറുതിരുന്ന എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് നീയാണ്. ഞാനിന്ന് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ടെന്നില്ല. ഇച്ചായ, ഞാൻ ഓക്കെയാണ്, നീ പറ. ഡേവി പറയുന്നത് കേട്ടതും നില തുടർന്നു. മകൾ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞതും പാപ്പച്ച മുതലാളി മകളുടെ അരികിലേക്ക് സ്നേഹപ്രകടനങ്ങളുമായി ചെല്ലാൻ തുടങ്ങി. പുറത്തു വെച്ച് പാപ്പച്ചൻ മകളെ കാണാനും സംസാരിക്കാനും തുടങ്ങി. ജോണിനോട് ലീന ഇക്കാര്യം പറഞ്ഞിരുന്നു. അപ്പനും മകളും തമ്മിൽ കാണുന്നതിനും സംസാരിക്കുന്നതിനും ഭർത്താവായ ജോണിന് ഒരു എതിർപ്പില്ലായിരുന്നു. താൻ 2 ദിവസം വീട്ടിൽ പോയി നിന്ന് വന്നോട്ടെ എന്ന് ഒരു ദിവസം ലീന ജോണിനോട് ചോദിച്ചതും ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹത്തിന് ജോൺ തടസ്സം നിന്നില്ല. അവിടെ നിന്നായിരുന്നു ഇരുവരുടെയും ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചത്. പാപ്പച്ചൻ്റെ ഉള്ളിൽ ഒന്ന് മാത്രമായിരുന്നു. കുരിശിങ്കൽ വീട്ടിലെ സന്തതി തൻ്റെ മകളുടെ വയറ്റിൽ നിന്നും പിറവിയെടുക്കാൻ പാടില്ല. അതിനുവേണ്ടി അയാൾ കുതന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി.
ഇടയ്ക്കിടെ ലീന സ്വന്തം വീട്ടിലേക്ക് പോവുമായിരുന്നു. അതിൽ ജോണോ എബ്രഹാമോ അവളെ വിലക്കിയില്ല. പാപ്പച്ചൻ സ്നേഹം നടിച്ച് മകളെ കൂട്ടിക്കൊണ്ടു പോയത് ജോണിൻ്റെ ലൈഫിൽ നിന്നും അവളെ എന്നേക്കുമായി ഒഴിവാക്കാനായിരുന്നു എന്നത് അവരാരും അറിഞ്ഞിരുന്നില്ല. എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് തരകനും. തൻ്റെ മകൻ ഫിലിപ്പ് ഇപ്പോഴും ലീനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ മതിയെന്നും തരകൻ പറയുകയുണ്ടായി. അവസരം ഒത്തുവന്നപ്പോൾ പാപ്പച്ചൻ ലീനയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാൻ തുടങ്ങി. ജോണിനെക്കുറിച്ച് വളരെ മോശമായി ലീനയോട് സംസാരിച്ചു. തന്നോട് വാശി തീർക്കാൻ വേണ്ടിയാണ് തൻ്റെ മകളെ ജോൺ വിവാഹം കഴിച്ചതെന്നും ജോണിന് അവരുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണുമായി മോശമായ ബന്ധമുണ്ടെന്നും പാപ്പച്ചൻ വരുത്തി തീർത്തു. ജോണിൻ്റെ ആവശ്യം കഴിഞ്ഞതും ഗർഭിണിയായ നിന്നെ ജോൺ ഒഴിവാക്കാൻ നോക്കുകയാണെന്നും അതിനുവേണ്ടിയാണ് നിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നതെന്നും പാപ്പച്ചൻ ലീനയോട് പറയുകയുണ്ടായി. ആദ്യം ലീന ഇതൊന്നും വിശ്വസിച്ചില്ലെങ്കിലും പിന്നീട് പാപ്പച്ചൻ്റെ ക്രൂരമായ ഉദ്ദേശം വിജയിക്കുകയായിരുന്നു. ജോൺ തൻ്റെ PA ആയിരുന്ന റീനയുടെ കൂടെ മീറ്റിങ്ങിനും മറ്റും യാത്ര ചെയ്യുന്നത് പാപ്പച്ചൻ തൻ്റെ മകളെ കൂട്ടിക്കൊണ്ടുപോയി നേരിൽ കാട്ടിക്കൊടുക്കുകയുണ്ടായിരുന്നു. ഇതൊക്കെയും വളരെ മോശമായിട്ടാണ് പാപ്പച്ചൻ മകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് കൃത്രിമമായി ഉണ്ടാക്കി ലീനയ്ക്ക് കാട്ടിക്കൊടുത്തു. ഇരുവരും തമ്മിൽ മോശമായ ബന്ധമുണ്ടെന്ന് തെളിയിച്ചു. താൻ ചതിക്കപ്പെടുകയാണെന്ന തോന്നലിൽ ലീന ജോണിനോട് ഇതിനെ ചൊല്ലി വഴക്കുണ്ടാക്കി. വാക്ക് തർക്കത്തിനൊടുവിൽ ജോണിന് ലീനയെ അടിക്കേണ്ടി വന്നു. ജോണിനോടുള്ള വാശിക്ക് ലീന സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി. അന്ന് പോവരുതെന്ന് ജോൺ ലീനയോട് ഒരുപാട് അപേക്ഷിച്ചു. ദേഷ്യം കൊണ്ട് അടിച്ചു പോയതാണെന്നും നിന്റെ ഉള്ളിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണ ഉണ്ടെന്നും അതൊക്കെ തീർക്കാൻ താൻ ഒരുക്കാണെന്നും പറഞ്ഞിട്ടും ലീന കൂട്ടാക്കിയില്ല. അങ്ങനെ ലീന പാലമറ്റത്തേക്ക് തിരിച്ചെത്തി. അപ്പോഴത്തെ വാശിക്ക് ഇറങ്ങി പോന്നതാണേലും ജോണിൻ്റെ അഭാവം ലീനയെ തളർത്തിയിരുന്നു. ജോൺ തന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വരുമെന്ന് ലീനയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ വന്നാൽ തിരികെ പോവാനും ലീന ഒരുക്കമായിരുന്നു. ഒരു ദിവസം ലീനയെ കൂട്ടിക്കൊണ്ടു പോവാൻ ജോൺ വന്നിരുന്നു. ലീനയ്ക്കിനി ജോണിനെ കാണേണ്ടെന്നും ഉടനെ ബന്ധം പിരിയുകയാണെന്നടക്കം ഇല്ലാത്ത കള്ളങ്ങളൊക്കെയും പറഞ്ഞ് ഒന്ന് കാണാൻ പോലും അനുവദിക്കാതെ മുറ്റത്ത് നിന്ന് തന്നെ പാപ്പച്ചൻ ജോണിനെ പറഞ്ഞയച്ചപ്പോൾ ഇതൊന്നും അറിയാതെ ലീന ഗാഢമായ നിദ്രയിലായിരുന്നു. പിന്നെയും ജോണിൻ്റെ വരവിനായി ലീന കാത്തിരുന്നു എന്നല്ലാതെ ജോൺ വന്നില്ല. അതോടൊപ്പം കള്ളക്കഥ പറഞ്ഞു പാപ്പച്ചൻ മകളുടെ മനസ്സ് പിന്നെയും മുറിവേൽപ്പിച്ചു കൊണ്ടിരുന്നു. ലീനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ അത് ലീനയുടെ ജീവന് തന്നെ അപകടമാണെന്ന് അറിഞ്ഞ പാപ്പച്ചൻ പിന്നീട് ആ ശ്രമം ഉപേക്ഷിച്ചു. അതിനുള്ളിൽ ലീനയുടെ ഒപ്പ് പതിഞ്ഞ ഡിവോഴ്സ് പേപ്പർ കുരിശിങ്കലിൽ എത്തിയിരുന്നു. അതിനിടയിൽ ജോൺ ലീനയെ വിവാഹം കഴിച്ചു എന്ന് തെളിയിക്കുന്നതിനായി ഒരു വ്യാജ ഫോട്ടോ പാപ്പച്ചൻ മകൾക്ക് കാണിച്ചു കൊടുത്തു. ഹൃദയത്തിൽ കത്തി കുത്തിയിറക്കുന്ന വേദനയോടെ ലീന ആ ഫോട്ടോയിലേക്ക് നോക്കിയിരുന്നു. അതോടെ അവർ പാതി മരിച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ടും വയറ്റിൽ വളർന്ന കുഞ്ഞിനു വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. വേദനകൾ മാത്രം നിറഞ്ഞ ഗർഭകാലം, ഭർത്താവിൻ്റെ സ്നേഹവും കരുതലും കിട്ടേണ്ട സമയം, അതൊന്നും കിട്ടാതെ ഉള്ളിലെ നൊമ്പരങ്ങൾ കടിച്ചമർത്തി ലീന ആ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നു. തൻ്റെ കുഞ്ഞിൻ്റെ മുഖമൊന്ന് കാണാൻ കാത്തിരുന്നു. ആ കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നപ്പോഴേക്കും ദൈവം ആ കുഞ്ഞിനെ തിരിച്ചു വിളിച്ചു എന്ന് തൻ്റെ അപ്പൻ്റെ നാവിൽ നിന്ന് കേട്ടതും ലീന തകർന്നു പോവുകയായിരുന്നു. അതോടെ അവരുടെ മനസ്സിൻ്റെ താളം തെറ്റുകയായിരുന്നു. അതോടൊപ്പം പാപ്പച്ചൻ്റെ കണക്ക് കൂട്ടലുകളും പിഴച്ചു. തൻ്റെ മകൾ ഭ്രാന്തിയാണെന്ന് അറിയാതിരിക്കാൻ മകളെ ദൂരെ എവിടേക്കോ മാറ്റി പാർപ്പിച്ചു. അപ്പോഴും പാപ്പച്ചന് കുരിശിങ്കൽക്കാരോടുള്ള പക അടങ്ങിയിരുന്നില്ല. തൻ്റെ മകൾ മറ്റൊരാളെ വിവാഹം കഴിച്ച് മറ്റൊരു നാട്ടിൽ സ്വസ്ഥമായി കഴിയുന്നു എന്ന് വരുത്തി തീർത്തു. പിന്നീട് ഒരു വർഷത്തിന് ശേഷം ലീനയുടെ അസുഖം ഭേദമായപ്പോൾ അവർക്ക് പഴയതൊന്നും ഓർമ്മയില്ലായിരുന്നു. അങ്ങനെയാണ് ലീനയെ ചികിത്സിപ്പിച്ച മനോരോഗ വിദഗ്ധനായ ഡോക്ടർ ജേക്കബ് അവരെ വിവാഹം ചെയ്യുന്നത്. അന്ന് എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞാണ് പാപ്പച്ചൻ ആ വിവാഹം നടത്തിയത്. അത് കഴിഞ്ഞ് ലീന ജേക്കബിൻ്റെ കൂടെ ദുബായിലേക്ക് പോവുകയും ചെയ്തു. ഇത്രയൊക്കെയും ക്രൂരത ചെയ്ത പാപ്പച്ചൻ ആകെ ചെയ്ത ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് തൻ്റെ മകളുടെ വയറ്റിൽ പിറന്ന കുഞ്ഞിനെ കൊല്ലാതെ അതിൻ്റെ അപ്പനെ ഏൽപ്പിച്ചു എന്നതാണ്. അതോടൊപ്പം ജോണിനെ ഒരിക്കലും ലീനയുടെ അരികിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ലീനയെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും ജോണിനോട് പറഞ്ഞില്ല. ഇതേസമയം ജോൺ ലീനയെ വെറുത്തു പോവുകയായിരുന്നു. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ നിഷ്പ്രയാസം കളഞ്ഞിട്ട് പോയ ഒരു നീചയായ സ്ത്രീ എന്ന തോന്നൽ ജോണിലുണ്ടായി. പിന്നീട് ആ കുഞ്ഞ് അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്നു. ഇടയ്ക്കിടെ മമ്മിയെ കാണണമെന്ന് വാശി പിടിച്ച് കരയൂ എന്നല്ലാതെ പപ്പയായിരുന്നു അവനെല്ലാം. അവൻ്റെ ലോകം തന്നെ പപ്പയായിരുന്നു. വല്യപ്പച്ചനും വല്യമ്മച്ചയും അവനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞപ്പോൾ അവൻ മമ്മിയെ മനഃപൂർവ്വം മറന്നു കളഞ്ഞു. വളരും തോറും അവന് മമ്മിയോടുള്ള ദേഷ്യം കൂടി വന്നു. തന്നെയും പപ്പയെയും ഉപേക്ഷിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ സുഖമായി ജീവിക്കുന്നു എന്ന തോന്നലിൽ അവൻ മമ്മിയെ വെറുക്കാൻ തുടങ്ങി. ഒരു നാൾ തൻ്റെ എല്ലാമെല്ലാമായ പപ്പ തന്നെ തനിച്ചാക്കി മരണത്തിന് കീഴടങ്ങിയതും അവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എന്നിട്ടും പപ്പയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ വാശിയോടെ LLBക്ക് ചേർന്നു. അതിനിടയിൽ വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒരു ആക്സിഡൻറ്റിലൂടെ മരണത്തിന് കീഴടങ്ങിയതും അവൻ ഈ ലോകം തന്നെ വെറുത്തു പോയിരുന്നു.
അവിടെ നിന്നായിരുന്നു അവൻ മദ്യത്തിന് അടിമപ്പെട്ടത്. ഇട്ടുമൂടാൻ സ്വത്തുക്കളും പണമുള്ള അവന് സ്നേഹിക്കാൻ മാത്രം ആരുമില്ലായിരുന്നു. അവൻ്റെ ഉള്ളിലെ നൊമ്പരം കാണാൻ ആരാരുമില്ലായിരുന്നു. ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുള്ളിലെ ഭാരം ഇറക്കി വെക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിലെന്ന് അവൻ വെറുതെ ആശിച്ചു പോയിരുന്നു. അതിനിടയിലാണ് 2 ആത്മാർത്ഥ കൂട്ടുകാർ അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ഉള്ളിലെ വേദനകൾ മറക്കാൻ വേണ്ടിയാണ് അവൻ സ്വയം നഷ്ടം നടന്നത്. അവനാണ് ഇന്നിപ്പോൾ എൻ്റെ നെഞ്ചിലെ ഇങ്ങനെ പൂച്ചക്കുഞ്ഞിനെ പോലെ പറ്റിച്ചേർന്ന് കിടന്നിട്ടുള്ളത്. ഡേവിഡ് ജോൺ, എൻ്റെ മാത്രം തെമ്മാടി. അതും പറഞ്ഞില്ല, അവനെ ഒന്നുകൂടി വിരിഞ്ഞു മുറുക്കി. അവനിൽ നിന്നും തിരിച്ചൊരു പ്രതികരണമൊന്നുമില്ല എന്നറിഞ്ഞതും നില അവനെ വിളിച്ചു. ഇച്ചായ, എന്താ ഒന്നും മിണ്ടാത്തെ? എല്ലാം അരച്ച് കലക്കി കുടിച്ചിരിക്കുവാണല്ലോ, പിന്നെ ഞാൻ എന്ത് മിണ്ടാൻ? അല്ല, ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? കുറച്ചൊക്കെ അലീനയുടെ പപ്പ പറഞ്ഞു. നമ്മുടെ വിവാഹം കഴിഞ്ഞു കുറച്ച് നാളുകൾക്ക് ശേഷം പപ്പയും മമ്മിയും എന്നെ കാണാൻ വന്നിരുന്നു. നിങ്ങളെന്ന് പറഞ്ഞിരുന്നില്ലേ എൻ്റെ തലയ്ക്ക് വീണ തേങ്ങ? ആ തേങ്ങ അതാണ്. ബാക്കി കാര്യങ്ങളൊക്കെയും അലോഷിച്ചാൻ്റെ അമ്മച്ചി പറഞ്ഞതാ. വർഷങ്ങൾക്ക് ശേഷം മമ്മിക്ക് ഓർമ്മകൾ തിരിച്ചു കിട്ടിയപ്പോൾ വേറെ വഴിയില്ലാതെ പാപ്പച്ചൻ സത്യങ്ങളൊക്കെയും തുറന്നു പറയുകയായിരുന്നു. അപ്പോഴേക്കും തിരുത്താൻ കഴിയാത്ത വിധം നിങ്ങൾ മമ്മിയെ വെറുത്തു പോയിരുന്നു. പപ്പയുടെ കല്ലറയിൽ പോയി മാപ്പ് ചോദിക്കാനുള്ള അവകാശം പോലും നിങ്ങൾ മമ്മിക്ക് നിഷേധിച്ചിരുന്നു. പിന്നീട് നടന്നത് പാപ്പച്ചനും നിങ്ങളും തമ്മിലുള്ള യുദ്ധമായിരുന്നു. എല്ലാ സത്യങ്ങളും നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ മകളുടെ ലൈഫിൽ ഒരു ബാധ്യത ആവുമെന്ന് പാപ്പച്ചൻ ഭയന്നു. മനഃപൂർവ്വം നിങ്ങളുടെ അനിയന്മാരെയും നിങ്ങളെയും തമ്മിൽ തെറ്റിപ്പിച്ചു. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും പാപ്പച്ച മുതലാളിക്ക് ഒന്നും മാത്രം അറിയില്ല. തൻ്റെ അപ്പനെ ചതച്ചു കൊന്നത് തരകൻ്റെ അപ്പൻ തന്നെയായിരുന്നു എന്ന്. അതുപോലെ കുരിശിങ്കൽ സേവിയറുടെ കരുതിക്കൂട്ടി ആക്സിഡൻറ്റ് അത് ചെയ്തതും ഈ തരകൻ്റെ അപ്പൻ തന്നെയായിരുന്നു. അതറിയാതെ ഇപ്പോഴും പാപ്പച്ചൻ ഈ മാത്യു തരകൻ്റെ വാലിൽ തൂങ്ങി നടക്കുന്നു. കൊച്ചുമക്കളാണെങ്കിൽ തരകൻ്റെ ഫോട്ടോ കോപ്പിയായ കൊച്ചുമകൻ ക്രിസ്റ്റിയുടെ പിന്നാലെയും. ആൽബിച്ചായനെ എരികയറ്റി വിട്ടിരുന്നത് ക്രിസ്റ്റിയായിരുന്നു. തരകൻ്റെ മകൻ ഫിലിപ്പ് ഒരു പാവം മനുഷ്യനായിരുന്നു. അയാളെ ദൈവം നേരത്തെ വിളിച്ചു. അതോടെ തരകൻ കൊച്ചുമകനെ കൂടെ കൊണ്ട് നടന്ന് ചീത്തയാക്കി വിടുകയും ചെയ്തു. അത്രയും പറഞ്ഞ് നില ആഞ്ഞു ശ്വസിച്ചു. ഇത് നിന്നോട് ആരാ പറഞ്ഞേ? ഒരു ദിവസം ഞാൻ അലോഷിച്ചായൻ്റെ അമ്മച്ചിയുടെ കൂടെ ഒരിടം വരെ പോയിരുന്നു. ഒരു പോളച്ചൻ നിങ്ങളുടെ വല്യപ്പച്ചൻ ഉണ്ടായിരുന്ന സമയത്തെ ഇവിടുത്തെ കാര്യസ്ഥനായിരുന്നു അത്രേ. അവരാണ് ഇക്കാര്യങ്ങളൊക്കെയും പറഞ്ഞു തന്നത്. ആളിപ്പോൾ കിടപ്പില്ല, വലിയ കഷ്ടാ. നിങ്ങൾ അന്വേഷിച്ചിരുന്നു. എനിക്ക് പാവം തോന്നി. നമുക്ക് ഒരു ദിവസം അവരെ പോയി കാണണം ഇച്ചായ. അവനൊന്ന് അമർത്തി മൂളി. ഇച്ചായ, ഇത്രയൊക്കെ അറിഞ്ഞിട്ടും എന്താ ഒന്നും പറയാത്തത്? ഇപ്പോഴും മമ്മിയോട് ദേഷ്യമാണോ? ഇല്ല, ദേഷ്യമൊന്നുമില്ല. പിന്നെ സ്നേഹമുണ്ടോ? അറിയില്ല. ഡേവിഡ് ഒറ്റ വാക്കിൽ മറുപടി ഒതുക്കി കളഞ്ഞു. അതെന്താ അറിയാത്തത്? ഇയാളുടെ സ്നേഹത്തിന് വേണ്ടി ആ മാതൃഹൃദയം എത്ര കൊതിക്കുന്നുണ്ടെന്നറിയോ? നമുക്ക് നാളെ മമ്മിയെ പോയി ഒന്ന് കണ്ടാലോച്ചായ, പ്ലീസ്. വേണ്ട. അവർക്ക് സ്നേഹിക്കാനും അവരെ സ്നേഹിക്കാനും ഒരുപാട് പേരുണ്ട്. ഇനി അവർക്കിടയിൽ കയറി ചെല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേണ്ട. അവരും അമ്മയും പപ്പയും മക്കളും സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും നീയുണ്ട്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ മതി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ കിട്ടാത്ത സ്നേഹം പിന്നീട് അതൊരു അധികപ്പറ്റാണ്. അവളെ വിരിഞ്ഞു മുറുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇച്ചായ. നില എന്തോ പറയാൻ വന്നതും അവൾ അവൻ്റെ ചുണ്ടിന് കുറുകെ വിരൽ വെച്ചു. നില, വേണ്ട, ഇനി ഒന്നും പറയണ്ട. എനിക്കിപ്പോൾ മമ്മിയോട് ഒരു ദേഷ്യവുമില്ല. എൻ്റെ മമ്മ എൻ്റെ ഇവിടെയുണ്ട്. അത് മതി, അത് മാത്രം മതി. അവൻ്റെ നെഞ്ച് തൊട്ട് കാണിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. ശേഷം അവനവളെ വിരിഞ്ഞു മുറുക്കി മാറിൽ മുഖം പൂഴ്ത്തി കിടന്നു. പിന്നീട് അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. നില അവൻ്റെ മുടിയിലൂടെ വിരലൊടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും അവൻ്റെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ അണപൊട്ടി ഒഴുകുന്നത് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. പിറ്റേ ദിവസം ഡാനിയുടെ അപ്പനും അമ്മച്ചിയും സെലിനും സ്വാതിയുടെ വീട്ടിൽ ചെന്നു. പെണ്ണിനെ അവർക്ക് ശരിക്കും ബോധിച്ചു. കുടുംബക്കാരുമായി ആലോചിച്ചു കാര്യങ്ങളൊക്കെ വിശദമായി പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവർ തിരികെ മടങ്ങി. അപ്പോഴും സ്വാതിയുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാതെ ഡാനിയിൽ ആദ്യം നിറഞ്ഞു. പിറ്റേന്ന് നിലയുടെ ആവശ്യപ്രകാരം ഡേവിഡ് ഡാനിയെ നിലയെ പിക്ക് ചെയ്യാൻ അയച്ചു. ഡി സ്വാതി, ഡാനി ചായനാണ് എന്നെ പിക്ക് ചെയ്യാൻ വരുന്നത്. അങ്ങേര് ഇവിടെ എത്തുമ്പോഴേക്കും നീ നമ്മുടെ കോഴി ഡോക്ടറുമായി ചിരിച്ച് സംസാരിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് വരണം, നില പറഞ്ഞു. കോഴി ഡോക്ടർ എന്ന് പറയുമ്പോൾ അഭിഷേക് സാറിനെയാണോ നീ ഉദ്ദേശിച്ചത്? സ്വാതി സംശയത്തോടെ ചോദിച്ചു. അങ്ങേരെ തന്നെ. അപ്പോൾ ഞാൻ പാർക്കിംഗ് ഏരിയയിലേക്ക് നടക്കാം. നമ്മളിന്ന് ഒരുമിച്ചാണ് പോകുന്നത്. ഇന്നിപ്പോൾ ഡ്യൂട്ടി നേരത്തെ കഴിഞ്ഞല്ലോ, അതുകൊണ്ടേ നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് പോര്. ഇന്ന് വിച്ചു ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് വരും. അപ്പോൾ നിനക്ക് അവൻ്റെ കൂടെ തിരികെ പോവാം. മിക്കവാറും നീ വീട്ടിലേക്കാണെന്നറിഞ്ഞാൽ ഡാനിച്ചായൻ അവിടെ വന്നേ നിന്നോട് മനസ്സ് തുറക്കും. എന്നാൽ എല്ലാം പറഞ്ഞ പോലെ എന്നും പറഞ്ഞില്ല. പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. കുറച്ച് കഴിഞ്ഞതും ഡാനി വണ്ടിയുമായി വന്നു. ഡാനിച്ചായ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണേ. സ്വാതി കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട്.
നില ഡാനിയോട് പറഞ്ഞു. സ്വാതി കൂടെ വരുന്നുണ്ട് എന്ന് കേട്ടതും ഡാനിയുടെ മനസ്സിൽ ലഡ് പൊട്ടിയെങ്കിലും ലഡ് പൊട്ടാത്ത മട്ടിൽ അവൻ സ്ഥിരം ആറ്റിറ്റ്യൂഡ് ഇട്ടു നിന്നു. കുറച്ചു നേരത്തിന് ശേഷം, ഇത് കുറേ നേരമായല്ലോ വെയിറ്റ് ചെയ്യുന്നു, അവൾ എന്താ വരാഞ്ഞത്? കാത്തിരുന്ന് മുഷിഞ്ഞതും ഡാനി ചോദിച്ചു. അത് പിന്നെ അവള് അഭിഷേക് ഡോക്ടറോട് ഡൗട്ട് ചോദിക്കുക. സാറിൻ്റെ ക്യാബിനിലിരുന്നിട്ടാണ് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത്. ഇപ്പോൾ വരുമായിരിക്കും. അല്ലെങ്കിലും 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ട ഡൗട്ട്സ് അരമണിക്കൂർ നേരത്തേക്ക് നീട്ടാൻ അഭിസർ മിടുക്കനാ. പ്രത്യേകിച്ച് പെൺപിള്ളേർക്ക്. ഇതിപ്പോൾ സ്വാതി ആയതുകൊണ്ടാവാം 1 മണിക്കൂർ നീളുന്നത്. നില അതും പറഞ്ഞ് ഡാനി ഒന്നും അറിയാത്ത പോലെ നോക്കിയതും ഡാനിയുടെ മുഖത്ത് വിരിയുന്ന ഭാവമാറ്റങ്ങൾ നില വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. കുറച്ച് കഴിഞ്ഞതും സ്വാതി അഭിഷേക് ഡോക്ടറുടെ കൂടെ പുറത്തേക്ക് വന്നു. നിലയും ഡാനിയും പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുന്നത് കണ്ടിട്ടും അവൾ കാണാത്ത പോലെ നടിച്ചു ഡോക്ടറോട് ചിരിച്ചു കൊഞ്ചു കുഴഞ്ഞു സംസാരിച്ചു. ഒടുവിൽ അഭിഷേക് ഡോക്ടർക്ക് ബായ് പറഞ്ഞ് കയ്യും കൊടുത്ത് വരുന്നത് കണ്ടതും ഡാനിക്ക് പെരുത്ത് കയറി. എടി, നീ എന്താ ഇത്രയും വൈകിയത്? നില സ്വാതിയോട് ചോദിച്ചു. ഒന്നും പറയണ്ട, ആ അഭി ഡോക്ടറുടെ തമാശ കേട്ടേ സമയം പോയത് അറിഞ്ഞില്ല. ഷോ, സാറിൻ്റെ ഒരു കോമഡിയെ ചിരിച്ച് ചിരിച്ച് മടുത്തു. സാർ എന്തൊരു ഫ്രീ ആണല്ലേ. പിന്നെ സാറ് പറയുക എനിക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ടെന്ന്. ആണോടി? അതും പറഞ്ഞ് ഡാനി എന്ന വ്യക്തി ഉണ്ടെന്ന് പോലും ഭാവിക്കാതെ നിലയുടെ കൂടെ വണ്ടിയിൽ കയറി പിറകിലിരുന്നു. വണ്ടിയിൽ കയറി വീടത്തും വരെ ഡാനി ഒരു നോട്ടം കൊണ്ട് പോലും സ്വാതി പരിഗണിച്ചില്ല. കുരിശിങ്കിലെത്തിയതും നില ആദ്യം വണ്ടിയിൽ നിന്നിറങ്ങി ഡോർ തുറക്കാൻ ചെന്നു. നില ഡോറും തുറന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഡാനി സ്വാതിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു. സ്വാതി മുഖം വെട്ടിച്ച് നിൽപ്പുണ്ട്. ശേഷം ഡാനി അവളുടെ കൈയും പിടിച്ച് ഗാർഡനിലേക്ക് നടക്കുന്നുണ്ട്. അത് കണ്ടതും ഇന്ന് വല്ലതൊക്കെയും നടക്കുമെന്ന് കരുതി നില ചെറുചിരിയാലകത്തേക്ക് നടന്നു. ഡാനിയുടെ കയ്യിൽ നിന്നുള്ള പിടി അയക്കാൻ സ്വാതി ഒരുപാട് ശ്രമിച്ചുവെങ്കിലും അവൻ പിടി അയച്ചില്ല. ഒടുവിൽ അവൾ അവനെ ദഹിപ്പിച്ച് നോക്കി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അത് തന്നെ എനിക്കറിയേണ്ടത്. എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് എന്താ പറ്റിയേ? ഇനിയും എന്തിനാ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ഡാനി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് അത് ചോദിച്ചത്. മനസ്സിലായില്ല. സ്വാതി ഭാവവ്യത്യാസമില്ലാതെ ചോദിച്ചു. സ്വാതി, എൻ്റെ അപ്പനും അമ്മച്ചിയും നിന്റെ വീട്ടിലേക്ക് വന്ന് നിന്നെ കണ്ടു, ഇഷ്ടമായി. ഇരു വീട്ടുകാരും തമ്മിൽ വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിച്ചു ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. എന്നിട്ടും നിനക്കൊന്നും മനസ്സിലായില്ലേ? നിന്റെ ഈ മൗനം അതെന്തിനാണെന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല. ഡാനി അല്പം കടുപ്പിച്ച് പറഞ്ഞു. മനസ്സിലായില്ല? ഷേ, എന്നെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കാനേ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ വീട്ടുകാർ എൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നു, കണ്ടു, പോയി, അത്രേ ഞാൻ കരുതിയുള്ളൂ. അല്ലാതെ ഞാൻ എൻ്റെ വീട്ടിലെ ഈ വിവാഹത്തിന് സമ്മതം അറിയിച്ചിട്ടൊന്നുമില്ല. എന്നെ വേണ്ടാത്ത ആളെ എനിക്കും വേണ്ട. സ്വാതി കൂസലില്ലാതെ പറഞ്ഞു. സ്വാതി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അന്ന് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഡാനി അല്പം ശാന്തമായി പറഞ്ഞു. ആണോ? എന്നാലേ എനിക്കിപ്പോൾ നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ മനസ്സിൽ വേണ്ടാത്ത മോഹങ്ങൾ വല്ലതുണ്ടെങ്കിൽ മറന്നു കളയാൻ. അതുകൊണ്ട് ഞാൻ അപ്പോഴെല്ലാം മറന്നു കളഞ്ഞു. അതിനിടയിൽ നിങ്ങൾ വീണ്ടും പ്രപ്പോസലുമായി വരികയും നില മുഖാന്തരം എൻ്റെ അച്ഛനെ സോപ്പിട്ട് സമ്മതിപ്പിക്കുമെന്നും ഞാൻ കരുതിയിരുന്നില്ല. അവനിൽ നിന്നുള്ള പിടി അയച്ചുകൊണ്ട് സ്വാതി പറഞ്ഞു. അവൾ നടക്കാനൊരുങ്ങിയതും ഡാനി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ടു. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് വിരിഞ്ഞു മുറുക്കി. അവൻ്റെ ആ പ്രവൃത്തിയിൽ സ്വാതിയുടെ കണ്ണ് മിഴിഞ്ഞു വന്നു. ഡോ വിടടോ, വിടാൻ. താൻ എന്തായി കാണിക്കുന്നേ? വിടന്ന്, ആരെങ്കിലും കാണും. സ്വാതി, അവൻ അവളുടെ കണ്ണിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ആർദ്രമായി വിളിച്ചു. അവൻ്റെ കണ്ണുകളിലെ ഭാവത്തിൽ സ്വാതി ഒന്ന് പതറി. അവൾ അന്നേരം അവൻ്റെ മുഖത്ത് നോക്കാതെ മിഴികൾ താഴ്ത്തി കളഞ്ഞു. സ്വാതി, പ്ലീസ് ഇങ്ങോട്ട് നോക്ക്. അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ടവൻ പറഞ്ഞു. ഒരു നിമിഷം ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിൽ കൊരുത്തു. സ്വാതി, ഐ എം സോറി ആൻഡ് ഐ ലവ് യു സോ മച്ച്. നീ എന്നിൽ നിന്നും അകന്നു പോയപ്പോഴാണ് നീ എനിക്ക് ആരായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഇനി എന്നെ അവോയ്ഡ് ചെയ്യല്ലേ പ്ലീസ്. എന്തെങ്കിലും ഒന്ന് പറ സ്വാതി. നിന്റെ മൗനം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുക. ആ നിമിഷം അവൻ്റെ സ്വരം ചെറുതായി ഇടറിയിരുന്നു. ആ നിമിഷം സ്വാതിയുടെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി. അവൾ അറിയാതെ അവനെ ഇറുകെ പുണരുകയായിരുന്നു. ഏറെ നേരമായിട്ടും ഇരുവരുടെയും അനക്കമൊന്നും കേൾക്കാഞ്ഞതും നില പുറത്തേക്ക് ചെന്നു. വഴക്കിട്ട് രണ്ടിൻ്റെയും തൊണ്ട വേദനിക്കുന്നുണ്ടാവും. ഇനി ഇത് കുടിച്ചിട്ട് വഴക്കിടട്ടെ എന്നും പറഞ്ഞ് ജ്യൂസുമായി ചെന്നതായിരുന്നു നില. പക്ഷെ അവിടെ കണ്ട കാഴ്ചയിൽ അവളുടെ ഫ്യൂസ് അടിച്ചു പോയിരുന്നു. രണ്ടും തമ്മിൽ പൊരിഞ്ഞടിയായിരിക്കും എന്ന് കരുതി വന്നതായിരുന്നു. ഇതിപ്പോൾ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വെച്ച് കളിക്കുന്നു. എന്നാലും ഞാൻ ഉറക്കം വിളിച്ചെഴുതിയ സ്ക്രിപ്റ്റും അതിലെ സംഭവ ബഹുലമായ ക്ലൈമാക്സും എല്ലാം വെറുതെ ആയില്ലേ. ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് നില അവരുടെ അരികിലേക്ക് നടന്നു. തങ്ങളുടെ അരികിലേക്ക് വരുന്ന നിലയെ കണ്ടതും ഇരുവരും അകന്നു മാറി. രണ്ടുപേർക്കും ചമ്മൽ. നില ഇരുവർക്ക് നേരെ ജ്യൂസ് നീട്ടിയതും ഡാനി ചമ്മലോട് ഒരു ഗ്ലാസ് ജ്യൂസും എടുത്ത് വണ്ടിയിൽ കയറുന്നത് കണ്ടതും തൻ്റെ ഗ്ലാസ് തന്നിട്ട് പോയെന്ന് നില വിളിച്ചു പറഞ്ഞുവെങ്കിലും ആര് കേൾക്കാൻ, ആരോട് പറയാൻ? അവൻ വണ്ടിയെടുത്ത് ഒരൊറ്റ പോക്കായിരുന്നു. ഉമ്മ വെച്ച് ക്ഷീണം കാണും, കുടിച്ചോ.
സ്വാതിയെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് നിലയത് പറഞ്ഞതും സ്വാതി അവളെ നോക്കി വിളറിയ ചിരി സമ്മാനിച്ചു. ജ്യൂസുമായി സിങ് ചെയറിലിരുന്നു. പിന്നെ അവൾ സ്വപ്നലോകത്തെ ബാലഭാസ്കരിയാവുകയായിരുന്നു. നിമിഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങൾ ഓർത്ത് ചുമ്മാ ചിരിക്കുന്ന സ്വാതിയെ കണ്ടതും നിലയുടെ മുഖത്തും ഒരു പുഞ്ചിരി വിരിഞ്ഞു. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് അലോഷി ഡോർ തുറക്കുന്നത്. മുന്നിൽ നിൽക്കുന്ന അലീനയെ കണ്ടതും അലോഷി അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. ആ നോട്ടം കണ്ടതും അലീനയുടെ മുഖം ചുളിഞ്ഞു. നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, 2 ആഴ്ച കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു പോയിട്ട് ഇതിപ്പോൾ 5 ദിവസം തികച്ചു ആയില്ലല്ലോ, അതുകൊണ്ട് നോക്കിപ്പോയതാ. നിങ്ങളല്ലേ ഇന്നലെ രാത്രി അല്ലൂസേ ഐ മിസ് യു എന്ന് പറഞ്ഞത്, അതുകൊണ്ട് കോളേജിൽ നിന്ന് നേരെ ഇങ്ങ് പോന്നു. അവൻ്റെ കവിൾ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അകത്തേക്ക് കയറി. ഛേ, ഞാൻ എന്തേലും തമാശ പറഞ്ഞെന്ന് കരുതി അപ്പം തന്നെ ബാഗ് എടുത്ത് ഇങ്ങോട്ട് പോരാ വേണ്ടേ? നിനക്ക് കുറച്ചുകൂടി ദിവസം കൂടി നിൽക്കായിരുന്നു. അലോഷ് അവളെ ദേഷ്യം പിടിപ്പിക്കാനെന്ന പോലെ പറഞ്ഞു. തമാശ പറഞ്ഞതായിരുന്നുല്ലേ? ഞാൻ അറിഞ്ഞില്ല. അലീനയിൽ ചെറിയ പരിഭവം നിറഞ്ഞു. പിന്നല്ലാതെ ഈ വീട്ടിൽ എനിക്കൊരു തമാശ പറയാനുള്ള സ്വാതന്ത്ര്യം പോലില്ലേ? അമ്മച്ചിയും ടീനയും അപ്പൻ്റെ തറവാട്ടിൽ പോയി, നാളെയേ വരുള്ളൂ. നീയാണേ വീട്ടിലും. ഡാനിയും സ്വാതിയും സെറ്റായതിൻ്റെ സന്തോഷം പ്രമാണിച്ചേ ഇന്ന് രാത്രി ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കുപ്പി പൊട്ടിച്ച് ആഘോഷിക്കാനിരുന്നതാ. ഡെവിച്ചാനും ആഘോഷത്തിൽ പങ്കുചേരുന്നുണ്ടോ? അലീന ചോദിച്ചു. എവിടെന്ന്? അങ്ങേരനെ കുടിച്ചിട്ട് പോയാൽ വീടിനകത്തേക്ക് കയറ്റില്ല എന്ന ഫൈനൽ വാണിംഗ് കൊടുത്തിരിക്കുവല്ലേ. ദൈവം തമ്പുരാനെ പോലും പേടിക്കാത്ത അങ്ങേർക്ക് ഭാര്യയെ മാത്രം നല്ല പേടിയാ. ഓഹോ, അപ്പോൾ നിങ്ങൾക്കൊന്നും ഫൈനൽ വാണിംഗ് തരാത്തതിൻ്റെയും ഭാര്യയും പേടിയില്ലാത്തതിൻ്റെ കുഴപ്പമാണല്ലേ. മാറ്റി തരുന്നുണ്ട് എന്നും പറഞ്ഞ് അലീന ഗൗരവത്തിൽ അകത്തേക്ക് നടന്നു. ഞാൻ പറഞ്ഞത് അവൾക്ക് ഫീലായി കാണോ? ഹേയ്, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അലീനയുടെ ആ പോക്ക് നോക്കിക്കൊണ്ട് അലോഷി പറഞ്ഞു. കെട്ടിയോനാണത്ര കെട്ടിയോൻ. ഒന്ന് കാണാൻ വേണ്ടി ഓടിക്കിതച്ച് വന്നപ്പോൾ പുല്ലുവില്ല. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനൊന്നും ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്യാലോ. മുറിയിൽ ചെന്ന് അലീന തൻ്റെ ബാഗ് സോഫയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ സാരി ഉടുത്ത് കണ്ടിട്ട് ഒന്ന് നോക്കിയോ? എവിടെന്ന്? ഇനി അല്ലൂസേ മോളെ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ ഓരോന്ന് പിറുവിറുത്തുകൊണ്ട് സാരിയുടെ അഴിച്ചെടുത്തു. സാരി മുഴുവനായും അഴിച്ചു മാറ്റി. ആ നേരത്താണ് അലോഷി മുറിയിലേക്ക് വരുന്നത്. സ്കേർട്ടും ബ്ലൗസും ഇട്ട് നിൽക്കുന്ന അലീനയെ കണ്ടത് അവൻ്റെ കണ്ണുകൾ വിടർന്നു. അലീന അവനെ കണ്ടിട്ടും കാണാത്ത പോലെ നടിച്ചു വാർഡ്രോബിൽ നിന്നും കുളിച്ച് മാറാനുള്ള ഡ്രസ്സ് എടുക്കാൻ തുടങ്ങി. അത് ശരി, നീ ഇന്ന് സാരി എടുത്തിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. അതും പറഞ്ഞ് അലോഷി അവളുടെ പിന്നിലൂടെ ചെന്ന് വയറിലൂടെ കൈയിട്ട് ഇറുകെ പുണർന്നതും അവൾ കൈ മടക്കി അവൻ്റെ വയറിനിട്ടൊരു ഇടി വെച്ച് കൊടുത്തു. എന്നെ തൊടണ്ട, ഐ മിസ് യു എന്ന് തമാശ പറഞ്ഞതാണല്ലേ ദുഷ്ട. അവന് നേരെ തിരിഞ്ഞു നിന്നു ദഹിപ്പിച്ച് നോക്കി. എൻ്റെ അല്ലൂസേ, ശരിക്കും ഞാൻ ഇന്നലെ തമാശ പറഞ്ഞതാണെന്ന് പറഞ്ഞതൊരു തമാശയാ, സത്യം. എന്തോന്ന്? അതായത് എനിക്ക് ശരിക്കും നിന്നെ മിസ് ചെയ്തിരുന്നു. ചുമ്മാ. ആണേ? അലോഷി അവളുടെ കവിളിൽ അമർത്തി മുത്തിക്കൊണ്ട് പറഞ്ഞു. ശേഷം അവളെയും പൊക്കിയെടുത്ത് ബെഡിനരികിലേക്ക് നടന്നു. അവളെ ബെഡിൽ പതിയെ ചായച്ച് കിടത്തി അവളുടെ അരികിൽ ചേർന്ന് കിടന്നു. അവളുടെ കഴുത്തിലേക്ക് മുഖം പൂത്തി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ആകമാനം ഒഴുകി നടക്കാൻ തുടങ്ങി. അവൻ്റെ കൈവിരലുകൾ അവളുടെ മേനിയിൽ അലഞ്ഞു നടന്നു. ആലോഷി ചായ, എന്തായത്? വിട്, ഞാൻ കുളിക്കട്ടെ. വേണ്ട, എനിക്ക് നിന്റെ ഈ ഗന്ധം ഒരുപാട് ഇഷ്ടം. പോടന്ന്. അവൾ അവനെ പിടിച്ചു തള്ളിക്കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ഒരുങ്ങിയെങ്കിലും അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണു. എന്നാ ഞാനും വരാം. ഇന്ന് ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതുപോലൊരവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ഇന്ന് നമ്മൾ ഒരുമിച്ച് കുളിക്കുന്നു, ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു, ഒരുമിച്ച് കഴിക്കുന്നു, ഒരുമിച്ച് TV കാണുന്നു, എല്ലാം ഒരുമിച്ച്. എല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് കിടക്കുന്നു. ബാക്കി ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു നോൺ സ്റ്റോപ്പ് റൊമാൻസിനെ ഞാനിവിടെ തുടക്കം കുറിക്കുവാണ്. എന്നാൽ നമുക്ക് പോയി കുളിച്ചാലോ എന്നും പറഞ്ഞ് അവളെയും കൈകളിൽ കോരിയെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. അപ്പോൾ നിങ്ങളുടെ കുപ്പി പൊട്ടിക്കൽ പരിപാടി ക്യാൻസൽ ചെയ്തോ? അലീന ചോദിച്ചു. എനിക്ക് നിന്നേക്കാൾ വലുതല്ല കുപ്പി ഞാൻ നാളെ പൊട്ടിച്ചോളാം. അലോഷി അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു. എങ്കിൽ നിങ്ങളുടെ തലമണ്ട ഞാൻ പൊട്ടിക്കും, അലീന അവൻ്റെ നെഞ്ചിൽ അമർത്തി കടിച്ചുകൊണ്ട് പറഞ്ഞു. അവളെയും കൊണ്ട് അലോഷി വാഷ്റൂമിൽ കയറി ഡോറടിച്ച് ലോക്ക് ചെയ്തു. അവളുടെ പൊട്ടിച്ചിരിയും കൊഞ്ചലുകളും കുറുകലുകളും ശീൽക്കാരങ്ങളും അവിടെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു.